ഹായ് ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 6 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 5 ആക്ടിവിറ്റികൾ മാത്രം കൂട്ടുകാർ ചെയ്താൽ മതി. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഫൈൻഡ് ദ ഷേപ്സ്. രൂപങ്ങൾ കണ്ടെത്താം. കളർ ദ പിക്ചർ. ചിത്രത്തിന് നിറം നൽകൂ. ഗിവ് സെയിം കളർ ടു സിമിലർ ഷേപ്സ്. ഒരേ രൂപത്തിന് ഒരേ നിറമാണ് നൽകേണ്ടത്. ഉദാഹരണത്തിന് ട്രയാങ്കിൾ ഷേപ്സിനെല്ലാം നമ്മൾക്ക് റെഡ് കളർ നൽകാം. അതേപോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്സിനെല്ലാം നമ്മൾക്ക് ബ്ലൂ കളർ നൽകാം. അതേപോലെ സർക്കിളിന് നമ്മൾക്ക് ഗ്രീൻ കളറും നൽകാം. കൂട്ടുകാർക്ക് നന്നായി നിറം നൽകാൻ അറിയാമല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ഷേപ്സ്, നമ്മൾ രൂപങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം. രണ്ടാമത്തെ കോളത്തിലോ നെയിം, രൂപങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കണം. മൂന്നാമത്തെ കോളത്തിലോ നമ്മൾക്ക് നൽകിയ ചിത്രത്തിൽ ഓരോ രൂപങ്ങളും എത്ര എണ്ണമുണ്ടെന്ന് എഴുതി ചേർക്കുകയും വേണം. ഒന്നാമത്തെ ചിത്രത്തിന്റെ പേരെന്താണ്? സർക്കിൾ. എത്ര സർക്കിൾസ് ആണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ചിത്രത്തിലുള്ളത്? 3. ഇനി ട്രയാങ്കിളുടെ ചിത്രം നമ്മൾ വരച്ചു കൊടുക്കണം. എത്ര ട്രയാങ്കിൾസ് ആണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ചിത്രത്തിലുള്ളത്? 12. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ 2 എണ്ണം മാത്രമുള്ള ഷേപ്പ് ഏതാണ്? റെക്ടാങ്കിൾ ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ അനദർ പിക്ചർ യൂസിംഗ് ദീസ് ഷേപ്സ്. ഇനി ഈ രൂപങ്ങളെല്ലാം ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. താഴെ നോക്കൂ. ഇതേപോലെയോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഒരു ചിത്രം നമ്മൾ വരച്ചു ചേർക്കുകയാണ് വേണ്ടത്. ആക്ടിവിറ്റി 2, മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ. പാൽ വിതരണം. Details of milk distributed in Meenu's class for the month of January is given in the table. മീനുവിന്റെ ക്ലാസ്സിലെ ജനുവരി മാസത്തെ പാൽ വിതരണത്തിന്റെ കണക്കാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിള് പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്? ഓരോ ആഴ്ചയിലെയും ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, പാലിന്റെ അളവാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ആഴ്ചയിലെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാണ്? 3000 മില്ലിലിറ്റേഴ്സ്. 3000 മില്ലിലിറ്റേഴ്സിനെ നമ്മൾ ലിറ്റേഴ്സിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് ഉണ്ടാവുന്നത്? 3 ലിറ്റേഴ്സ്. ഇനി സെക്കൻഡ് വീക്കിൽ എത്രയാണ് പാലിന്റെ അളവ് കിട്ടിയിരിക്കുന്നത്? 4 ലിറ്റേഴ്സ്. 4 ലിറ്റേഴ്സിനെ മില്ലിലിറ്റേഴ്സിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 ലിറ്റേഴ്സ് എത്രയാണ് ഉണ്ടാവുക? 4000 മില്ലിലിറ്റേഴ്സ്. ഇനി തേർഡ് വീക്കിൽ കിട്ടിയ പാലിന്റെ അളവ് എത്രയാണ്? 5700 മില്ലിലിറ്റേഴ്സ്. ഇതിനെ നമ്മൾ ലിറ്റേഴ്സിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? 5 ലിറ്റേഴ്സ് 700 മില്ലിലിറ്റേഴ്സ്. ഫോർത്ത് വീക്കിൽ കിട്ടിയ പാലിന്റെ അളവ് എത്രയാണ്? 7 ലിറ്റേഴ്സ് 200 മില്ലിലിറ്റേഴ്സ്. ഇതിനെ നമ്മൾ മില്ലി ലിറ്ററിലേക്ക് എങ്ങനെ മാറ്റി എഴുതും? 7200 മില്ലിലിറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മിൽക്ക് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി? ജനുവരി മാസത്തിൽ വിതരണം ചെയ്ത ആകെ പാലിന്റെ അളവ് എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്? ഓരോ ആഴ്ചയിലും കിട്ടിയ പാലിന്റെ അളവ് എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതി. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 19 ലിറ്റേഴ്സ് 900 മില്ലിലിറ്റേഴ്സ്. ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഷെയർ ആൻഡ് ഫൈൻഡ്. വീതിക്കാം, കണ്ടെത്താം. വീണ ഹാസ് 6 ഫ്രണ്ട്സ്. വീണയ്ക്ക് 6 കൂട്ടുകാരുണ്ട്. See how she divided the ചാമ്പക്കാസ് equally to her friends. അവൾ തന്റെ കയ്യിലുള്ള ചാമ്പയ്ക്ക അവർക്ക് തുല്യമായി വീതിച്ചു നൽകിയിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനു ഹാസ് 12 gooseberries with him. മനുവിന്റെ കയ്യിൽ 12 നെല്ലിക്കയാണുള്ളത്. He gave them equally to his 2 friends. അവനത് അവന്റെ 2 കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു. How many did each one get? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര എണ്ണമാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് കൂട്ടുകാരോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടെത്തേണ്ടത്? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും എത്ര എണ്ണമാണ് കിട്ടിയതെന്ന് കിട്ടും. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 12 divided by 2 is equal to 6. Next question, ഷമീർ also has 12 gooseberries with him. ഷമീറിന്റെ കയ്യിലും 12 നെല്ലിക്കകളാണുള്ളത്. He gave them equally to his 4 friends. അവനത് അവന്റെ 4 കൂട്ടുകാർക്ക് തുല്യമായാണ് വീതിച്ചത്. How many did each one get?
അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര എണ്ണമാണ് കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടെത്തേണ്ടത്? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എത്ര നെല്ലിക്കകളാണ് കിട്ടിയതെന്ന് കിട്ടും. 12 divided by 4 is equal to 3. Next question. 12 gooseberries were given to 3 friends equally. 12 നെല്ലിക്കകൾ 3 കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു. Which of the following shows the number of gooseberries each one got? ഒരാൾക്ക് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം സൂചിപ്പിക്കുന്ന ക്രിയ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണെന്നാണ് കൂട്ടുകാരോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. 12 നെല്ലിക്കകൾ 3 പേർക്ക് തുല്യമായി ലഭിക്കണമെങ്കിൽ നമ്മൾ 12/3 ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിന്ദു ഹാസ് 16 guavas with her. ബിന്ദുവിന്റെ കയ്യിൽ 16 പേരയ്ക്കകളുണ്ട്. She gave 4 guavas each to her friends. അവൾ 4 പേരയ്ക്കകൾ അവളുടെ കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു നൽകി. How many friends got the share? പേരയ്ക്കകൾ എത്ര കൂട്ടുകാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 4. 4 friends got the share. 4 കൂട്ടുകാർക്കാണ് പേരയ്ക്ക കിട്ടിയിരിക്കുന്നത്. ആക്ടിവിറ്റി 4. Which is more? കൂടുതൽ ഏത്? ഭാഗ്യ ഈസ് നമ്പറിംഗ് ദ ടോയ്സ് ബോർഡ് ഫോർ ദ പ്രീ പ്രൈമറി ക്ലാസ്സസ് ഓഫ് ഹർ സ്കൂൾ. സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്കായി വാങ്ങിയ കളിപ്പാട്ടങ്ങൾക്ക് നമ്പർ ഇടുകയാണ് ഭാഗ്യ. കൂട്ടുകാർ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കളിപ്പാട്ടങ്ങളെയും അവയിൽ നൽകിയിരിക്കുന്ന നമ്പറുകളും കൃത്യമായി നിരീക്ഷിച്ചല്ലോ. ഇനി താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുകയാണ് നമ്മൾക്ക് വേണ്ടത്. എന്തൊക്കെയാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്? ടൈപ്പ് ഓഫ് ടോയ്, ഏതുതരം കളിപ്പാട്ടമാണെന്ന് നൽകിയിട്ടുണ്ട്. നമ്പേഴ്സ് ഓൺ ദ ടോയ്സ്, കളിപ്പാട്ടത്തിലെ എണ്ണവും ടോട്ടൽ നമ്പർ ഓഫ് ടോയ്സ്, ആകെ കളിപ്പാട്ടങ്ങളുടെ എണ്ണവും കൂട്ടുകാർ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടോയ് ഏതാണ്? കാറാണ് അല്ലേ? മുകളിൽ തന്നിരിക്കുന്ന കാർ കളിപ്പാട്ടങ്ങളിലെ നമ്പറുകൾ ഏതെല്ലാമാണ്? 101, 107, 109, 103, 112, 114, 116. ടോട്ടൽ എത്ര കാർ കളിപ്പാട്ടങ്ങളാണുള്ളത്? 7. ഇനി മുകളിൽ തന്നിരിക്കുന്നവയിൽ ഓട്ടോ കളിപ്പാട്ടങ്ങളിലുള്ള നമ്പറുകൾ ഏതെല്ലാമാണ്? 102, 104, 105, 111, 115, 117. ടോട്ടൽ നമ്പർ ഓഫ് ഓട്ടോ കളിപ്പാട്ടങ്ങൾ എത്രയാണുള്ളത്? 6. ഇനി മുകളിൽ തന്നിരിക്കുന്നവയിൽ ബസ് കളിപ്പാട്ടങ്ങളിലെ നമ്പറുകൾ ഏതെല്ലാമാണ്? 103, 108, 106, 110, 113. ടോട്ടൽ നമ്പർ ഓഫ് ബസ് കളിപ്പാട്ടങ്ങൾ എത്രയാണുള്ളത്? 5. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ? ഏതു കളിപ്പാട്ടമാണ് കൂടുതൽ എണ്ണമുള്ളത്? കാറാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ബസ്സസ് ഇൻ അസെൻഡിങ് ഓർഡർ. ബസ്സിലെ നമ്പറുകൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതുന്നത്? 103, 106, 108, 110, 113. ആക്ടിവിറ്റി 5. ലെറ്റ്സ് മേക്ക് പായസം. പായസം ഉണ്ടാക്കാം. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു മേക്ക് പായസം ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി. സ്കൂളിന്റെ വാർഷികത്തിന് പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലുക്ക് അറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബൈ ദ കുക്ക്. പാചകക്കാരൻ കൊടുത്ത ലിസ്റ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഐറ്റംസ് നീഡഡ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ആവശ്യമുള്ളതെന്നാണ് നൽകിയിരിക്കുന്നത്. റോ റൈസ് പച്ചരി 20 kilograms, ജാഗറി ശർക്കര 12 kilograms, കോക്കനട്ട് തേങ്ങ 10 kilograms, കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് 500 grams, റേസിൻസ് ഉണക്കമുന്തിരി 500 grams, കാർഡമം ഏലക്ക 250 grams. Some items needed for making പായസം were given by parents. പായസത്തിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ രക്ഷിതാക്കൾ നൽകി. Should we buy more?
ഇനിയും സാധനങ്ങൾ വാങ്ങേണ്ടി വരുമോ? കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പട്ടികയിൽ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഐറ്റംസ് നീഡഡ്, ആവശ്യമായ സാധനങ്ങൾ നൽകിയിട്ടുണ്ട്. ഐറ്റംസ് റിസീവ്ഡ് ഫ്രം പാരന്റ്സ്, രക്ഷിതാക്കൾ നൽകിയ ഇനങ്ങൾ നൽകിയിട്ടുണ്ട്. ഐറ്റംസ് ടു ബി ബോട്ട്, ഇനി വാങ്ങേണ്ട സാധനങ്ങൾ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോ റൈസ് 20 കിലോഗ്രാംസ് ആണ് രക്ഷിതാക്കൾ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് റോ റൈസ് ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? പാചകക്കാരൻ നൽകിയിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കൂ. റോ റൈസ് 20 കിലോഗ്രാംസ് ആണ് വേണ്ടത്. ഇനി പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച ജാഗറി എത്രയാണുള്ളത്? 7 കിലോഗ്രാംസ് ആണ്. നമ്മൾക്ക് ജാഗറി 12 കിലോഗ്രാംസ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കിലോഗ്രാംസ് ജാഗറി കൂടിയാണ് വേണ്ടത്? 5 കിലോഗ്രാംസ് ജാഗറി കൂടിയാണ്. ഇനി കോക്കനട്ട് രക്ഷിതാക്കൾ നൽകിയിരിക്കുന്നത് എത്രയാണ്? 5 കിലോഗ്രാംസ് 500 ഗ്രാംസ്. 10 കിലോഗ്രാംസ് കോക്കനട്ട് ആണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കിലോഗ്രാം കോക്കനട്ട് ആണ് ആവശ്യമായിട്ടുള്ളത്? 10 കിലോഗ്രാംസിൽ നിന്നും 5 കിലോഗ്രാംസ് 500 ഗ്രാംസ് പോയാൽ ബാക്കി എത്രയാണുള്ളത്? 4 കിലോഗ്രാംസ് 500 ഗ്രാംസ്. ഇനി കാഷ്യൂനട്ട് പാരന്റ്സ് നൽകിയിരിക്കുന്നത് 350 ഗ്രാംസ് ആണ്. 500 ഗ്രാംസ് കാഷ്യൂനട്ട് ആണ് നമ്മൾക്ക് ആകെ ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്നും 350 ഗ്രാംസ് കാഷ്യൂനട്ട് പോയാൽ പിന്നെ ബാക്കി എത്രയാണുള്ളത്? 150 ഗ്രാംസ് ആണ് ഇനി നമ്മൾക്ക് ആവശ്യമായത്. ഇനി റേസിൻസ് പാരന്റ്സ് നൽകിയിരിക്കുന്നത് എത്രയാണ്? 300 ഗ്രാംസ് ആണ്. നമ്മൾക്ക് ആകെ 500 ഗ്രാംസ് റേസിൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്നും 300 ഗ്രാംസ് റേസിൻസ് പോയാൽ പിന്നെ ബാക്കി എത്രയാണുള്ളത്? 200 ഗ്രാംസ് റേസിൻസ് കൂടിയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി കാർഡമം പാരന്റ്സ് തീരെ നൽകിയിട്ടില്ല. അത് എത്ര ഗ്രാംസ് ആണ് നമ്മൾക്ക് വേണ്ടത്? 250 ഗ്രാംസ് ആണ്. ആക്ടിവിറ്റി 6 സ്കൂൾ ആനിവേഴ്സറി, സ്കൂൾ വാർഷികം. സ്കൂൾ ആനിവേഴ്സറി സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ ഇൻ കാനൂർ LP സ്കൂൾ. കാനൂർ LP സ്കൂളിൽ സ്കൂൾ വാർഷികാഘോഷം നടക്കുകയാണ്. The timings of students' cultural programs are given below. കുട്ടികളുടെ കലാപരിപാടികളുടെ സമയക്രമം താഴെ നൽകിയിരിക്കുന്നു. Draw the hands of the clock and write the time on the space given. സമയത്തിനനുസരിച്ച് സൂചികൾ ക്ലോക്കിൽ വരച്ചു ചേർക്കുകയും വിട്ടുപോയ സമയം എഴുതി ചേർക്കുകയും വേണം. Timings of cultural programs. കലാപരിപാടികളുടെ സമയക്രമം. ദ പ്രോഗ്രാം സ്റ്റാർട്ട് അറ്റ് 9:30. 9:30 പരിപാടികൾ ആരംഭിക്കുന്നത്. ഫോക്ക് സോങ് എപ്പോഴാണ്? 9:30. മിമിക്രി എപ്പോഴാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10:15. അതിന്റെ നേരെയുള്ള ക്ലോക്കിൽ നമ്മൾ സൂചികൾ വരച്ചു ചേർക്കണം. ഹവർ ഹാൻഡ് 10ലേക്കും മിനിറ്റ് ഹാൻഡ് 3ലേക്കുമാണ് വരയ്ക്കേണ്ടത്. ഇനി ഫോക്ക് ഡാൻസ് എപ്പോഴാണെന്നാണ് ക്ലോക്കിൽ കാണിച്ചിരിക്കുന്നത്. ക്ലോക്കിൽ ഹവർ ഹാൻഡ് എവിടെയാണുള്ളത്? 10ന്റെയും 11ന്റെയും ഇടയ്ക്കാണ്. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെയാണുള്ളത്? 10ലേക്കാണ് വരച്ചിരിക്കുന്നത്. മിനിറ്റ് ഹാൻഡ് 10ലെത്തിയാൽ എത്ര മിനിറ്റ് ആയിട്ടുണ്ടാവും? 50 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ക്ലോക്കിലെ സമയം എത്രയാണ്? 10:50. ഇനി ആക്ഷൻ സോങ്ങിന്റെ സമയം എപ്പോഴാണ്? 11:25. എങ്ങനെയാണ് നമ്മൾ ക്ലോക്കിൽ സൂചികൾ വരയ്ക്കേണ്ടത്? ഹവർ ഹാൻഡ് 11ന്റെയും 12ന്റെയും ഇടയ്ക്കും 25 മിനിറ്റ് ആവുമ്പോൾ മിനിറ്റ് ഹാൻഡ് 5ലേക്കുമാണ് വരയ്ക്കേണ്ടത്. ദ കൾച്ചറൽ പ്രോഗ്രാംസ് വിൽ എൻഡ് ബൈ 12:15. കലാപരിപാടികൾ 12:15 അവസാനിക്കുന്നത്. How much time will it take for completing the cultural programs? കലാപരിപാടികൾ അവസാനിക്കാൻ എത്ര സമയമാണ് എടുക്കുക? കൾച്ചറൽ പ്രോഗ്രാംസ് 9:30 ആരംഭിച്ചത് അല്ലേ? 9:30 മുതൽ 10:30 വരെ 1 അവർ. 10:30 മുതൽ 11:30 വരെ 2 hours. 11:30 മുതൽ 12:15 വരെ 45 മിനിറ്റ്സ്. അങ്ങനെ 2 hours and 45 മിനിറ്റ്സ് ആണ് കൾച്ചറൽ പ്രോഗ്രാംസ് അവസാനിക്കാൻ എടുക്കുന്ന സമയം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സോ പ്ലേലിസ്റ്റോ കൂട്ടുകാർ പരിശോധിക്കുമല്ലോ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.